നമ്മളെ ഈ ചുറ്റുപാടിൽ തന്നെ എത്ര ഹോട്ടൽ കൂട്ടി. ഇപ്പം നമുക്ക് സാധനത്തിന് വില കൂട്ടി വാങ്ങുമ്പോൾ സാധനത്തിന് വില കൂട്ടി വിൽക്കാൻ കഴിയുന്നില്ല. ചോറ് വെക്കാത്തൊക്കെ ഗ്യാസ് കിട്ടായിട്ടാ. ഗ്യാസിന് വിലയും കൂടുതലാണ്. ഞങ്ങൾക്ക് വിറ്റാലും ഒക്കെ ഇല്ല. ടു മന്ത്സ് ബാക്ക് നമുക്ക് സിലിണ്ടറിന് വന്നിരുന്നത് 1800 സംതിങ്ങാ. ഇപ്പം വരുന്നത് 3200. സാധാരണക്കാർക്ക് ഇപ്പൊ കഴിക്കണമെങ്കിൽ അവരെ ബഡ്ജറ്റ് നോക്കാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഭക്ഷണത്തിൽ വിലയും കൂട്ടിയത് കാരണം ആൾക്കാരും കുറവ്. ഭക്ഷണം കഴിക്കാനും ആള് വരുന്നില്ല തീരെ. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചോറൊന്നും ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്നില്ല. ചോറൊന്നും തീരെ വെക്കുന്നില്ല. മുറിക്കുന്ന വിറക് അതേപടി കൊണ്ട് അടുപ്പിൽ വെക്കുക, പുകയ്യ. ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഈ വിറക് കത്തിച്ചിട്ട് ഈ ചകിരിയും ചിരട്ടയും വിറകുകളെല്ലാം ഇതായിട്ട് ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാനും ആള് വരുന്നില്ല തീരെ. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചോറൊന്നും ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്നില്ല. ചോറൊന്നും തീരെ വെക്കുന്നില്ല. ചോറ് വെക്കാത്തൊക്കെ ഗ്യാസ് കിട്ടായിട്ടാ. ഗ്യാസിന് വിലയും കൂടുതലാണ്. ഞങ്ങൾക്ക് വിറ്റാലും ഒക്കെ ഇല്ല. ഹോട്ടൽ വ്യവസായം ഭയങ്കര പ്രതിസന്ധിയിലാണ്. രണ്ട് കാരണത്താൽ. ഒന്ന്, വില, സാധനം വാങ്ങുന്ന സാധനത്തിനൊക്കെ അമിതമായ വില. ഈ വിലക്കനുസരിച്ച് നമ്മൾ വില കൂട്ടുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് വല്ലാതെ അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ലഘുഭക്ഷണം കഴിച്ച് ഒരു ചായ ഒരു പൊറാട്ടയും കറി വാങ്ങാതെ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല ഹോട്ടലുകളും പല പ്രതിസന്ധിയിലായിട്ട് പൂട്ടിപ്പോവുക. നമ്മളെ ഈ ചുറ്റുപാടിൽ തന്നെ എത്ര ഹോട്ടൽ കൂട്ടി. ഇതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. നമുക്ക് സാധനത്തിന് വില കൂട്ടി വാങ്ങുമ്പോൾ സാധനത്തിന് വില കൂട്ടി വിൽക്കാൻ കഴിയുന്നില്ല. അത് വിൽക്കാൻ കഴിഞ്ഞാലും അത് വാങ്ങാൻ ആൾ വരുന്നില്ല. അവിടെയാണ്. പിന്നെ അതല്ല, ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. 1830 ഉണ്ടായിരുന്ന ഗ്യാസിന് ഒരു 300 റുപ്യ 15 ദിവസം കൂടി. പിന്നെ കൂടിയത് 1000 റുപ്യാണ്. ഇതിനനുസരിച്ച് വില കൂട്ടാൻ സാധനത്തിന് കഴിയില്ല. ദിവസം വില കൂട്ടാനും കഴിയില്ല. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആൾക്കാർ വന്നിട്ട്. ഇപ്പൊ വിറക് ഗ്യാസ് ഇല്ലാത്ത കാരണമായിട്ട് കിട്ടുന്നതൊക്കെ വിറക് നല്ല പച്ച വിറകാ. മുറിക്കുന്ന വിറക് അതേപടി കൊണ്ട് അടുപ്പിൽ വെക്കുക, പുകയ്യ. ചകിരി ആയാലും നല്ലത്. ഞങ്ങള് ജനകീയ ഹോട്ടൽ എന്നുള്ള നിലയ്ക്ക് 30 രൂപയാണ്. അത് ഞങ്ങൾക്ക് കൊടുക്കാനേ പറ്റുന്നില്ല. 30 രൂപയ്ക്ക് ഗ്യാസ് ആ സമയത്താണെങ്കിൽ ഞങ്ങൾ പറ്റാത്തതായിരുന്നു എങ്ങനെയെങ്കിലും ഇതാക്കാന്നുള്ളത്. അപ്പൊ ഞങ്ങള് എന്തായാലും അന്ന് വിറക് അതിന് മാത്രം വേണം. ഗ്യാസിനെക്കാട്ടും കൂടുതലാണ് വിറകിനും നല്ല വിലയാണ്. ഭക്ഷണത്തിൽ വിലയും കൂട്ടിയത് കാരണം ആൾക്കാരും കുറവാണ്. ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് തന്നെ കുടുംബശ്രീയുടെയാണ് ഇത് സംഭവം. പക്ഷെ എങ്കിലും ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഈ വിറക് കത്തിച്ചിട്ട് ഈ ചകിരിയും ചിരട്ടയും വിറകുകളെല്ലാം ഇതായിട്ട് ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ള. ഞാനും ഒരു കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലങ്ങളായി. പക്ഷെ എങ്കിലും ഇത് പിടിച്ചു നിൽക്കുന്ന ഓരോ കാര്യങ്ങള് എന്തുമാത്രം കഷ്ടപ്പാട് പൊതുജനങ്ങൾക്ക് അറിയില്ല. കാര്യം മറ്റുള്ള നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയില്ല. ടിജിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ 9 കൊല്ലമായിട്ട് ഞാനിവിടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അവരുടെ മനോമോഷം എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കോമഡികൾ നിങ്ങളുണ്ടാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂട്ടിപ്പോണല്ല. ഇവിടെ ഒക്കെ പൂട്ടിപ്പോയി. 2-3 ഹോട്ടലുണ്ടായി, ഒക്കെ പൂട്ടി. റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടായി, അത് പൂട്ടി. ഇവിടെ ഈ ഹോട്ടൽ പൂട്ടി. വേറെ കുറേ എണ്ണം പൂട്ടി. ഗാലക്സി പൂട്ടി. എല്ലാം പൂട്ടി. മുന്നോട്ട് പോവില്ല. ഭയങ്കര വിഷമത്തിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൻ്റെ ഓണർമാരാണ്. ഇത് പാർട്ട്ണറാണ്, ഞാനൊരു പാർട്ട്ണറാണ്, ഇവരൊക്കെ പാർട്ട്ണർമാരാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ തൊഴിലാളിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നോക്കുക, സ്വന്തം ഒക്കെ ഉണ്ടാക്കിയിട്ട്. വിഷമമാണ്. 2 മന്ത്സ് ബാക്ക് നമുക്ക് സിലിണ്ടറിന് വന്നിരുന്നത് 1800 സംതിങ്ങാ. ഇപ്പം വരുന്നത് 3200. അപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിൽ തന്നെ ഏകദേശം നല്ലൊരു പൈസ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു മാസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് ആണ് സിലിണ്ടറിൻ്റെ മുകളിൽ മാത്രം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും ഫുഡിനും റേറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, വാക്കിംഗ് കസ്റ്റമേഴ്സിന് പോലും ബാധിക്കുന്ന കാര്യമാണ് ഈ ഗ്യാസിൻ്റെ വില കൂടുക എന്ന് പറയുന്നത്.
പല സമയത്തും വൈകുന്നേരം ഇപ്പം കുറേ കടകളിൽ ചായ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പൊ ഊണൊക്കെ ആണെങ്കിലും കറികൾ കുറെ കുറവുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഇതെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ചില ഉള്ളിടത്താണെങ്കിൽ വില കൂടുതലുമാണ്. അപ്പം നമ്മൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന കടകളിലൊക്കെ പലയിടത്തും മൂടില്ല. ഇപ്പം ഹോട്ടൽ തന്നെ കുറെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയും അങ്ങനെ കുറേയൊക്കെയാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഇത് എനിക്കൊന്ന് വീടിനെക്കാളും കൂടുതൽ ഈ ഹോട്ടലുകാരെയും അവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്.